ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫാമിലി ട്രിപ്പാണ്. ഫാമിലി ആയിട്ട് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് വിട്ടു. ഫോൺ ഓണാക്കിയപ്പോഴത്തേനും അതിന് വാശി പിടിച്ചെങ്കിലും വലിയ ബഹളമൊന്നുമില്ലാതെ ഞങ്ങളെത്തി. ഇത് കോയിക്കൽ ദേവസ്വത്തിന് കീഴിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പുഴ കണ്ടപ്പോൾ ആൻറ്റി പഴയ കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അവരിവിടെ വന്നായിരുന്നു പണ്ട് കുളിച്ചിരുന്നതെന്നൊക്കെ. പിന്നെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഇന്ന് പാറുവിൻ്റെ പിറന്നാളാണ്. ധനുമാസത്തിലെ പൂരാടം. ബലം കണ്ടാൽ ഞങ്ങൾക്ക് ഓടണം. ഭഗവാനെ ഒന്ന് തൊഴുത് പിന്നെ ഓട്ടപ്രദക്ഷിണം തുടങ്ങി. ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് ഓടിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഓടി മടുത്ത് വന്നിരുന്നപ്പോഴാണ് അടുത്ത ഫോട്ടോ സെക്ഷൻ. അച്ഛമ്മയുടെ കൂടെ ഞങ്ങളൊരു ഫോട്ടോ അങ്ങോട്ട് കാച്ചി. ഓടി ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. ക്ഷീണം കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പ് ഡാൻസ് തുടങ്ങി. ഡാൻസ് മാത്രമല്ല, കൂടെ പാട്ടും പാടും. എനിക്ക് ഡാൻസ് കളിക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട. ഓടി നടക്കുന്നതിനിടയിലാണ് അച്ഛമ്മയും ആൻറ്റിയമ്മയും കൂടെ അവിടെ ഇരുന്ന് പൂ ഒരുക്കുന്നത് കണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു ചെന്നെങ്കിൽ അവരങ്ങോട്ട് അടുപ്പിച്ചില്ല. കുറേ നേരം അവിടെ നിന്ന് അവരോട് കയ്യും കാലും പിടിച്ചെങ്കിലും സോപ്പിട്ട് നോക്കിയെങ്കിലും കാര്യം നടന്നില്ല. ഇനി പൂവാരി എറിയാതിരുന്നാൽ കൊള്ളാം. എന്നാൽ പിന്നെ പതിയെ തിരിച്ചു പോന്നേക്കാം. തിരിഞ്ഞു പോരാൻ നോക്കിയപ്പോഴാണ് അമ്മ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒന്ന് ചിരിച്ച് കാണിച്ച് നാണക്കേട് മുഖത്ത് കാണിക്കണ്ടല്ലോ. അപ്പോഴാണ് അവിടെ ഒരു സ്റ്റേജ് കണ്ടത്. പിന്നെ അംഗം തുടങ്ങി. അടുത്ത ഡാൻസിനും പാട്ടിനുമുള്ള സമയമായെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവിടെയുള്ളൊരു സ്റ്റെപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്റ്റെപ്പ് കാണുമ്പോൾ ചാടിയില്ലെങ്കിൽ മോശമല്ലേ. അമ്മയെ പേടിയാന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഞങ്ങളുടെ അടവാണ്. നീ റെഡി 1 2 3 ആണ്. ഇനി അടുത്തത് ഒളിച്ചുകളിയാണ്. കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഭഗവാന്റെ ഒരു രൂപം കണ്ടത്. പിന്നെ അടുത്ത് പോയി അത് തൊട്ടും പിടിച്ചും ഭഗവാനോട് പ്രാർത്ഥിച്ചും അവിടെ നിന്നു. അപ്പോഴേക്കും അകത്ത് നട തുറന്നിരുന്നു. പിന്നെ സാഷ്ടാംഗം പ്രണമിക്കലായിരുന്നു. എന്തൊക്കെയാണോ ഭഗവാനോട് പറഞ്ഞത്. ഭഗവാന് മനസ്സിലായി കാണുമോ എന്തോ. ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ ഇനി പോകാൻ തുടങ്ങുകയാണ്. പോകുന്നതിന് മുന്നേ അവിടുന്ന് പറഞ്ഞു, എല്ലാ മാസവും രോഹിണി നാളിൽ അവിടെ പ്രസാദമൂട്ടുണ്ട്. ജനുവരി 1-നാണ്. എല്ലാവരും വരണമെന്ന് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. പോകാൻ ഇറങ്ങി നടന്നു വന്നപ്പോഴാണ് അച്ചയെ കണ്ടില്ല. അച്ചയെ തിരിഞ്ഞു നോക്കി. ഇനി അച്ച വരാതെ ഞങ്ങൾ അവിടുന്ന് അനങ്ങില്ല. അച്ചാച്ചൻ കൈ പിടിച്ചു കൊണ്ടുവന്നതിൻ്റെ അഭിനയമാണ് ഈ കാണുന്നത്. ഡ്രാമാക്കും കള്ളക്കരച്ചിലൊക്കെ കഴിഞ്ഞ് ആൻറ്റിയുടെ അച്ഛൻ്റെയും കൈ പിടിച്ച് ചാടിത്തുള്ളി ഞങ്ങൾ വരുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴും മീനാക്ഷി ചേച്ചി ഇതാ മിഠായിയൊക്കെ മേടിച്ച് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ കൂടെ കളിയായി. വണ്ടി ഓടിക്കൽ. വണ്ടി കണ്ട അച്ഛൻ്റെ സ്വഭാവമാണ്, വണ്ടിപ്രാന്ത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അപ്പോഴേക്കും പാറു ചേച്ചിയായിട്ട് നല്ല കൂട്ടായി. വണ്ടി ഓടിക്കുന്നതിനിടെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചാൽ എപ്പോൾ പോയേനെ. പാട്ട് കേട്ടാൽ ഞങ്ങൾക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ല. തുള്ളലും ചാടലും. അത് വണ്ടിപ്പുറത്താണോ ആനപ്പുറത്താണോ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. വണ്ടിയിലിരുന്ന് കളിച്ചിട്ട് ശരിയാവുന്നില്ല. എന്നാൽ പിന്നെ തറയിൽ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയേക്കാം. കളിച്ച് ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അഭിനയം കാഴ്ചവെക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് അഭിനയം ഇച്ചിരി കൂടുതലാണ്. പിന്നെ അവിടെ കടന്ന് ഉരുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് കയറി. എല്ലാവരോടും പുറകിലിരിക്കാൻ വിളിച്ചെങ്കിൽ ആരും വന്നില്ല. പിന്നെ അവിടെ കണ്ട ഒരു പാവ എടുത്ത് വെച്ചായി ഞങ്ങളുടെ വണ്ടി ഓടിയിട്ട്. വണ്ടി ഓടിക്കുമ്പോൾ സൈഡൊക്കെ നോക്കുന്നുണ്ട് അച്ഛൻ്റെ അതേ മോള്. കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകാൻ റെഡിയായി. ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേനും പാറു ഉറങ്ങിപ്പോയി. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും. ഇത് പാറുവിൻ്റെ അപ്പയുടെ മോള് മൈഥിലിക്കുട്ടി. അക്കച്ചി എന്നാണ് പാറു വിളിക്കുന്നത്. പറഞ്ഞ് വിളിപ്പിക്കുന്നതാണ് കാന്താരി. ഈ വീടൊരു മലയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുറ്റത്തായിട്ടൊരു ഊഞ്ഞാലുണ്ട്. വന്നപ്പോൾ തന്നെ ആൻറ്റിയും അച്ഛയൊക്കെ അതിൽ കയറി ആടുവാണ്. ഇത് കണ്ടപ്പോൾ മൈഥിലിക്കുട്ടിക്കും ആഗ്രഹം. അത് അവളുടെ ഊഞ്ഞാലാണല്ലോ, ഞാനും ആടി കാണിക്കാമെന്ന് പറഞ്ഞ് അവളും ഊഞ്ഞാലാടി. പിന്നെ അടുത്ത പരിപാടി ഫുഡടിയാണ്. നല്ല കപ്പയും പൂത്തും മീൻകറിയും ചോറും തോരനും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ് നിർമ്മലാമ്മ. അപ്പോഴേക്കും പാറു എഴുന്നേറ്റു. പാറു അമ്മയും കൂടി ഊഞ്ഞാലാടി. പാറുവിനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ പാറുവിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആളവിടെ ഇരിക്കുന്ന സൈക്കിളിൽ കയറി ട്രിപ്പ് പോകാമെന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ചേച്ചി പെണ്ണുമായിട്ട് കളിക്കാൻ തുടങ്ങി.
കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി ഡാൻസാണ്. പാട്ട് കേട്ടാൽ എവിടെയാണെങ്കിലും ഞങ്ങൾ തുള്ളും. മൈഥിലിക്കുട്ടി നല്ല ഡാൻസറാണ്. സ്കൂളിലും അംഗനവാടിയിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കളിക്കാൻ ആളുള്ളതുകൊണ്ട് പാറു ഓടി നടന്നാണ് ഡാൻസ് കളിക്കുന്നത്. കളിച്ചിട്ടും കളിച്ചിട്ടും മതിയാവുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഉരുണ്ട് പടച്ച് വീണു. മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ തന്നെ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. മൈഥിലി ചേച്ചിയുടെ ഒപ്പത്തിനൊപ്പം കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ അച്ചയുടെ ഫോൺ പെട്ടത്. പാട്ട് മാറ്റാനാണ് ആൾ നോക്കുന്നത്. പക്ഷെ പാട്ട് ആ ഫോണിലല്ല. അതുകൊണ്ട് ഞങ്ങൾ ചമ്മിപ്പോയി. ചമ്മല് മാറ്റാനായിട്ട് വേറൊരു കളിപ്പാട്ടം എടുത്ത് ഞങ്ങൾ അച്ചയുടെ കൂടെ പോയിരുന്നു ഊഞ്ഞാലാടി. അപ്പം ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. ഇത് മൈഥിലി ചേച്ചിയുടെ പുതിയ വീടാണ്. ചേച്ചി അനിയത്തിയും കൂടെ വീടൊക്കെ നടന്ന് കാണുകയാണ്. അനിയത്തിക്കുട്ടീനെ വിടാതെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട് മൈഥിലിക്കുട്ടി. മൈഥിലിക്കുട്ടിയുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വീടൊക്കെ ചുറ്റി നടന്ന് കാണുന്നുണ്ട് രണ്ടുപേരും. എന്തറിഞ്ഞിട്ടാണോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് പാറുവിൻ്റെ വല്യച്ഛൻ. എന്താണെന്നറിയില്ല, വല്യച്ഛനെ കണ്ടപ്പോഴേ ആൾ കയ്യിൽ പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അച്ചുചേട്ടൻ. ഇതെല്ലാം അച്ചുചേട്ടൻ്റെ കലാവിരുതാണ് കേട്ടോ. 7 പെങ്ങന്മാർക്കും കൂടി ഒരൊറ്റ ചേട്ടായിയേ ഉള്ളൂ. ഹിറ്റ്ലർ മാധവൻകുട്ടിയെ പോലെ. നന്നായി പടം വരയ്ക്കുക അച്ചുചേട്ടൻ. നോക്കി വരച്ച പടമാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അമ്മിക്കുട്ടി ഉറക്കമായിരുന്നു. അനുമോൾ എഴുന്നേറ്റിരിപ്പുണ്ട്. അച്ചുചേട്ടൻ പാറുവിനെ വണ്ടിയിൽ ഓടിക്കാൻ നോക്കിയെങ്കിലും അവൾക്കത് ശീലമില്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ പേടിയായിരുന്നു. എന്നാലും അച്ചുചേട്ടൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പേടിയായതുകൊണ്ട് തന്നെ പാറു അതിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും തനുക്കുഞ്ഞ് വണ്ടിയിൽ വരുന്നുണ്ട്. എല്ലാവരും നോക്കിയിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയും കപ്പയും പന്നിക്കറിയൊക്കെ കഴിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. പാറു ആണെങ്കിൽ കയ്യിലിരുന്ന് ഉറങ്ങിയും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.